വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം. ഗോത്രത്തലവന്മാർ, സംഘത്തലവന്മാർ, രാജസേവകന്മാർ, സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, രാജാവിൻ്റെയും പുത്രന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസമ്പത്തിൻ്റെയും മേൽനോട്ടക്കാർ, ഒപ്പം ഉദ്യോഗസ്ഥർ, ധീരന്മാർ, യുദ്ധവീരന്മാർ തുടങ്ങി ഇസ്രായേലിലെ എല്ലാ തലവന്മാരെയും ദാവീദ് ജെറുസലേമിലേക്ക് വിളിച്ചുകൂട്ടി. ദാവീദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ജനമേ, എന്നെ ശ്രവിക്കുവിൻ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിനും ഒരു വിശ്രമസ്ഥലം പണിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പണിക്കുള്ള ഒരുക്കങ്ങളും ഞാൻ ചെയ്തു. എന്നാൽ ദൈവം എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ നാമത്തിൽ ഒരാലയം പണിയാനാവുകയില്ല. കാരണം യുദ്ധങ്ങൾ നടത്തിയവനാണ് നീ രക്തം ഒഴുക്കിയിട്ടുണ്ട്. ഇസ്രായേലിൽ എന്നേക്കും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പിതൃകുടുംബം മുഴുവനിലും നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. എന്തെന്നാൽ നേതൃസ്ഥാനത്തിനായി യൂദാഗോത്രത്തെയും യൂദാഗോത്രത്തിൽ നിന്ന് എൻ്റെ പിതൃകുടുംബത്തെയും അവിടുന്ന് തിരഞ്ഞെടുത്തിരുന്നു. എൻ്റെ പിതാവിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ എന്നെ രാജാവാക്കാൻ അവിടുന്ന് തിരുമനസ്സായി. എൻ്റെ എല്ലാ പുത്രന്മാരിലും നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നല്ലോ. ഇസ്രായേലിൽ കർത്താവിൻ്റെ രാജസിംഹാസനത്തിലിരിക്കാൻ എൻ്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിന്റെ പുത്രൻ സോളമൻ എൻ്റെ ആലയവും അങ്കണവും പണിയും. കാരണം അവനെ ഞാൻ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. ഇന്നത്തെ പോലെ അവൻ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിന് ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവൻ്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും. അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ സമൂഹമായ ഇസ്രായേൽ മുഴുവൻ്റെയും മുമ്പാകെ നമ്മുടെ ദൈവം കേൾക്കെ എൻ്റെ വാക്കു കേൾക്കുവിൻ. ഈ നല്ല ദേശം അവകാശമാക്കാനും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി സ്വന്തമാക്കാനും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പാലിക്കുകയും തേടുകയും ചെയ്യുവിൻ. എൻ്റെ മകനെ സോളമ, നിന്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും സന്തുഷ്ടമായ ആത്മാവോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക. കാരണം കർത്താവ് ഹൃദയങ്ങൾ മുഴുവനും പരിശോധിച്ച് എല്ലാ ആലോചനകളുടെയും ചായ്വ് അറിയുന്നു. നീ അവിടുത്തെ അന്വേഷിച്ചാൽ അവിടുന്ന് നിനക്ക് ദൃശ്യനാകും. നീ അവിടുത്തെ ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും. ഇപ്പോൾ നോക്കൂ, വിശുദ്ധ മന്ദിരം പണിയാൻ കർത്താവ് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കരുത്താർജിച്ച് നീ പ്രവർത്തിക്കുക. തുടർന്ന് ദാവീദ് ദേവാലയത്തിന്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരശാലകൾ, മാളികമുറികൾ, ഉള്ളറകൾ, കൃപാസനഗൃഹം എന്നിവയുടെ രൂപരേഖ പുത്രൻ സോളമനെ ഏൽപ്പിച്ചു. അവന്റെ മനസ്സിലുണ്ടായിരുന്നവയുടെ രൂപരേഖ ഇവയാണ്: കർത്തൃഭവനത്തിന്റെ അങ്കണങ്ങൾ, ചുറ്റുമുള്ള മുറികൾ, ദേവാലയ ഭണ്ഡാരങ്ങൾ, വിശുദ്ധ വസ്തുക്കളുടെ സംഭരണശാലകൾ, പുരോഹിതന്മാരുടെയും ലേവായരുടെയും ഗണങ്ങൾ, കർത്തൃഭവനത്തിലെ ഓരോ ശുശ്രൂഷ കർമ്മവും, കർത്തൃഭവനത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ പാത്രങ്ങളും, ശുശ്രൂഷയോരോന്നിനുമുള്ള പൊൻപാത്രങ്ങൾക്കെല്ലാം വേണ്ട തൂക്കത്തിന് സ്വർണം, ഓരോ ശുശ്രൂഷയ്ക്കുമുള്ള പാത്രങ്ങൾക്കും ഉപകരണങ്ങൾക്കും വേണ്ട തൂക്കത്തിന് വെള്ളി, ഓരോ വിളക്കുകാലിനും അതിൻ്റെ വിളക്കുകൾക്കുമുള്ള തൂക്കമനുസരിച്ച് സ്വർണ്ണ വിളക്കുകാലുകൾക്കും അവയുടെ വിളക്കുകൾക്കും വേണ്ട തൂക്കത്തിന് സ്വർണം, ഓരോ വിളക്കുകാലിൻ്റെയും ഉപയോഗമനുസരിച്ച് വിളക്കുകാലിനും അതിൻ്റെ വിളക്കുകൾക്കും വേണ്ട തൂക്കത്തിന് വിളക്കുകാലുകളുടെ വെള്ളി, തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശകൾക്കുള്ള ഓരോ മേശയ്ക്കും വേണ്ട തൂക്കത്തിന് സ്വർണം, വെള്ളിമേശകൾക്കു വേണ്ട വെള്ളി, മുൾക്കരണ്ടികൾ, പാത്രങ്ങൾ, ചഷകങ്ങൾ എന്നിവയ്ക്ക് വേണ്ട ശുദ്ധ സ്വർണം, സ്വർണ്ണക്കോപ്പകൾക്ക് ഓരോ കോപ്പയുടെയും തൂക്കത്തിന് സ്വർണം, വെള്ളിക്കോപ്പകൾക്ക് ഓരോ കോപ്പയുടെയും തൂക്കത്തിന് വെള്ളി, ധൂപബലിപീഠത്തിന് വേണ്ട തൂക്കത്തിന് ശുദ്ധീകരിച്ച സ്വർണം, കർത്താവിന്റെ ഉടമ്പടി പേടകം മറച്ച് വിരിച്ചു നിൽക്കുന്ന സ്വർണ്ണ കെരൂബുകളോട് കൂടിയ രഥരൂപം, ഇവയെല്ലാം രൂപരേഖ പ്രകാരമുള്ള ജോലികളെല്ലാം ലിഖിതത്തിലൂടെ അവൻ അയാൾക്ക് കർത്താവിന്റെ ശക്തിയാൽ വ്യക്തമാക്കി കൊടുത്തു. ദാവീദ് തന്റെ പുത്രൻ സോളമനോട് പറഞ്ഞു, കരുത്തനും ധീരനുമായി നീ പ്രവർത്തിക്കുക,
ഭയമോ ശങ്കയോ വേണ്ട. എന്തെന്നാൽ കർത്താവായ ദൈവം എൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും ജോലികൾ പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് നിന്നെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഇതാ ദേവാലയത്തിന്റെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ലേവായരുടെയും ഗണങ്ങൾ. ഈ ഓരോ ജോലിയിലും എല്ലാ ശുശ്രൂഷയ്ക്കും വേണ്ട ജ്ഞാനത്തിൽ നിപുണനായവരും നേതാക്കന്മാരും നിന്റെ എല്ലാ ആജ്ഞകളും അനുവർത്തിക്കുന്ന ജനം മുഴുവനും നിന്നോടൊത്തുണ്ട്. 1 ദിനവൃത്താന്തം 29 അധ്യായം. ദാവീദ് രാജാവ് സഭ മുഴുവനോടുമായി പറഞ്ഞു, യുവാവും പരിചയക്കുറവുള്ളവനുമായ എൻ്റെ മകൻ സോളമനെ തന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജോലി ബൃഹത്താണ്, കാരണം മന്ദിരം മനുഷ്യന് വേണ്ടിയല്ല, ദൈവമായ കർത്താവിന് വേണ്ടിയുള്ളതാണ്. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി എൻ്റെ കഴിവെല്ലാം അനുസരിച്ച് സ്വർണത്തിന് സ്വർണം, വെള്ളിക്ക് വെള്ളി, പിച്ചളയ്ക്ക് പിച്ചള, ഇരുമ്പിന് ഇരുമ്പ്, തടിക്ക് തടി, ഗോമേതക കല്ലുകൾ, പതിക്കാനുള്ള അഞ്ജനവർണ്ണ കല്ലുകൾ, വിലയേറിയ എല്ലാ തരം രത്നം, ധാരാളം വെണ്ണക്കല്ലുകൾ എന്നിവ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള താല്പര്യം നിമിത്തം വിശുദ്ധ സ്ഥലത്തിനായി ഞാൻ ശേഖരിച്ചിട്ടുള്ള എല്ലാറ്റിനും പുറമെ എൻ്റെ സ്വന്തം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സമ്പാദ്യം എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി ഞാൻ നൽകുന്നു. ആലയത്തിൻ്റെ ഭിത്തികൾ പൊതിയുന്നതിന് ഓഫീർ സ്വർണത്തിൽ നിന്ന് 3000 താലന്ത് സ്വർണവും 7000 താലന്ത് ശുദ്ധി ചെയ്ത വെള്ളിയും, എല്ലാ പണികൾക്കുമായി സ്വർണത്തിന് സ്വർണവും വെള്ളിക്ക് വെള്ളിയും ശില്പികളുടെ കയ്യിലേക്ക് ഞാൻ നൽകുന്നു. ഇന്ന് കർത്താവിന് വേണ്ടിയുള്ള പ്രതിഷ്ഠയ്ക്കായി സ്വയം സമർപ്പിക്കാൻ ആരുണ്ട്? അപ്പോൾ പിതൃതലവന്മാരും ഇസ്രായേലിലെ ഗോത്രനായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിൻ്റെ ജോലികളുടെ മേൽനോട്ടക്കാരും സ്വഭീഷ്ട കാഴ്ചകൾ നൽകി. ദേവാലയത്തിന്റെ പണിക്ക് അവർ 5000 താലന്ത് സ്വർണവും 10000 അതർക്കോണും 10000 താലന്ത് വെള്ളിയും 18000 താലന്ത് പിച്ചളയും 1,00,000 താലന്ത് ഇരുമ്പും കൊടുത്തു. തങ്ങളുടെ പക്കൽ വിലയേറിയ കല്ലുകൾ ഉണ്ടായിരുന്നവർ അവ കർത്തൃഭവനത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് ഗർശോന്യനായ യെഹിയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. തങ്ങളുടെ സ്വാഭീഷ്ട കാഴ്ചകൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് സമർപ്പിച്ചതിനാൽ ജനം സന്തോഷിച്ചു. ദാവീദ് രാജാവും അത്യധികം സന്തോഷിച്ചു. ദാവീദ് സഭ മുഴുവന്റെയും മുമ്പാകെ കർത്താവിനെ വാഴ്ത്തി. ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അനാദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവേ, അങ്ങയുടേതാകുന്നു ശ്രേഷ്ഠതയും കരുത്തും മഹിമയും വിജയവും ഔന്നത്യവും, ആകാശത്തിലും ഭൂമിയിലുമുള്ളവയെല്ലാം തന്നെ. കർത്താവെ, എല്ലാറ്റിനും ഉപരിയായി രാജ്യവും ആധിപത്യവും അങ്ങയുടേതാണ്. സമ്പത്തും മഹത്വവും അങ്ങയുടെ സന്നിധിയിൽ നിന്നാണല്ലോ. എല്ലാറ്റിലും അങ്ങാണ് ഭരണം നടത്തുന്നത്. ശക്തിയും അധികാരവും അങ്ങയുടെ കയ്യിലാണ്. എല്ലാം വളരാനും ശക്തിപ്പെടാനും ഇടയാകുന്നത് അങ്ങയുടെ കയ്യാലാണ്. ഞങ്ങളുടെ ദൈവമേ, ഇപ്പോൾ അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. അങ്ങയുടെ മനോഹര നാമത്തിന് സ്തുതി അർപ്പിക്കുന്നു. എന്നാൽ ഇതുപോലെ സ്വഭീഷ്ട കാഴ്ച സമർപ്പിക്കുന്നതിന് ഞങ്ങൾ പ്രാപ്തരാകാൻ ഞാൻ ആരാണ്? എൻ്റെ ജനം ആരാണ്? എന്തെന്നാൽ എല്ലാം അങ്ങിൽ നിന്നാണ്. അങ്ങയുടെ കയ്യിൽ നിന്നുള്ളതാണ് അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നത്. അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ തത്കാലവാസികളും ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെയും പോലെ പ്രവാസികളുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്, പ്രതീക്ഷയൊന്നുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ തയ്യാറാക്കിയ ഈ ധനമെല്ലാം അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാനാണ്. അങ്ങയുടെ കരങ്ങളിൽ നിന്നാണ് ഇത്. അങ്ങയുടേതാണ് ഇതെല്ലാം. എൻ്റെ ദൈവമേ, അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനാണെന്നും ഋജുവായതിൽ സംപ്രീതനാകുന്നുവെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ഹൃദയ പരമാർത്ഥതയിൽ ഞാൻ ഇവയെല്ലാം സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ സന്നിഹിതമായിരിക്കുന്ന അങ്ങയുടെ ജനം സന്തോഷത്തോടെ അങ്ങേക്ക് സ്വയം സമർപ്പിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമേ, എന്നേക്കും അങ്ങയുടെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ ചിന്തകളും ആലോചനകളും കാത്തു സൂക്ഷിക്കുകയും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. എൻ്റെ പുത്രൻ സോളമന് അങ്ങയുടെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും കാത്തു സൂക്ഷിക്കാനും എല്ലാം നിവർത്തിക്കാനും ഞാൻ തയ്യാറാക്കിയിട്ടുള്ള മന്ദിരം പണിയാനുമുള്ള നിറമനസ് നൽകണമേ. ദാവീദ് സമൂഹം മുഴുവനോടുമായി നിർദ്ദേശിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ. സമൂഹം മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുകയും
കർത്താവിനെയും രാജാവിനെയും കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു. അവർ കർത്താവിന് ബലികൾ അർപ്പിക്കുകയും പിറ്റേ ദിവസം കർത്താവിന് ഹോമയാഗമായി 1000 കാളകളെയും 1000 മുട്ടാടുകളെയും 1000 ചെമ്മരിയാടുകളെയും അവയുടെ പാനീയ ബലികളെയും ഇസ്രായേൽ മുഴുവനും വേണ്ടി ധാരാളമായി അർപ്പിച്ചു. ആ ദിവസം വലിയ ആഹ്ലാദത്തോടെ അവർ കർത്താവിന്റെ സന്നിധിയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ദാവീദിന്റെ പുത്രൻ സോളമനെ അവർ രണ്ടാമതും രാജാവാക്കുകയും കർത്താവിനു വേണ്ടി അവനെ നായകനായും സാദോക്കിനെ പുരോഹിതനായും അഭിഷേകം ചെയ്യുകയും ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് സോളമൻ രാജാവായി കർത്താവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവൻ അഭിവൃദ്ധി പ്രാപിക്കുകയും ഇസ്രായേൽ മുഴുവൻ അവനെ അനുസരിക്കുകയും ചെയ്തു. എല്ലാ നേതാക്കന്മാരും പ്രബലന്മാരും ദാവീദ് രാജാവിന്റെ എല്ലാ പുത്രന്മാരും സോളമൻ രാജാവിനോട് വിധേയത്വം പ്രഖ്യാപിച്ചു. ഇസ്രായേൽ മുഴുവന്റെയും മുമ്പിൽ കർത്താവ് സോളമനെ അഭിവൃദ്ധിപ്പെടുത്തി. ഇസ്രായേലിൽ അവനു മുമ്പ് ഒരു രാജാവിനും ഇല്ലാതിരുന്ന രാജ്യത്വ പ്രതാപം അവന് നൽകുകയും ചെയ്തു. ജസയുടെ പുത്രനായ ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും മേൽ രാജാവായിരുന്നു. ഇസ്രായേലിന്റെ മേൽ അവൻ ഭരിച്ച കാലം 40 വർഷങ്ങളായിരുന്നു. 7 വർഷം അവൻ ഹെബ്രോണിൽ ഭരിച്ചു. 33 വർഷം ജെറുസലേമിലും ഭരിച്ചു. ശ്രേഷ്ഠമായ വാർദ്ധക്യത്തിൽ സമ്പത്തും മഹത്വവും ആയുസ്സും തികഞ്ഞവനായി അവൻ മരിച്ചു. അവന്റെ സ്ഥാനത്ത് പുത്രൻ സോളമൻ രാജാവായി. ദാവീദ് രാജാവിന്റെ ആദ്യ അവസാനമുള്ള പ്രവർത്തനങ്ങൾ ഇതാ ദീർഘദർശിയായ സാമുവേലിന്റെ വൃത്താന്തങ്ങളിലും പ്രവാചകനായ നാഥാന്റെ വൃത്താന്തങ്ങളിലും ദീർഘദർശിയായ ഗാദിന്റെ വൃത്താന്തങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നു. അവയോടൊപ്പം അവന്റെ രാജ്യത്വം മുഴുവനും അവന്റെ ശക്തിയും അവന്റെയും ഇസ്രായേലിന്റെയും രാഷ്ട്രങ്ങളുടെ എല്ലാ ഭരണകൂടങ്ങളുടെയും മേൽ കടന്നുപോയ കാലഘട്ടങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം. കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നു: ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചുവെന്നതിന്റെ ആ മോചനപത്രം എവിടെ? അല്ലെങ്കിൽ എൻ്റെ കടക്കാരിൽ ആർക്കാണ് നിങ്ങളെ ഞാൻ വിറ്റത്? ഇതാ, നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് നിങ്ങൾ വിൽക്കപ്പെട്ടത്. നിങ്ങളുടെ അപരാധങ്ങൾ നിമിത്തമാണ് നിങ്ങളുടെ മാതാവ് ഉപേക്ഷിക്കപ്പെട്ടതും. ഞാൻ വന്നപ്പോൾ ആരുമില്ലാത്തതും ഞാൻ വിളിച്ചപ്പോൾ ആരും പ്രതികരിക്കാത്തതും എന്തുകൊണ്ട്? വീണ്ടെടുക്കാനാവാത്ത വിധം എൻ്റെ കരം അത്രയും കുറുകിപ്പോയോ? അഥവാ മോചിപ്പിക്കാൻ എന്നിൽ ശക്തിയില്ലാതായോ? ഇതാ, എൻ്റെ ശാസനയാൽ ഞാൻ കടൽ വറ്റിക്കും, നദികളെ മരുഭൂമിയാക്കും. ജലമില്ലാതെ അവയിലെ മത്സ്യജാലം ദുർഗന്ധം വമിക്കുകയും ദാഹം കൊണ്ട് ചത്തുപോവുകയും ചെയ്യും. ആകാശത്തെ ഞാൻ അന്ധകാരം ഉടിപ്പിക്കും, ചാക്കുവസ്ത്രം ഞാൻ അതിൻ്റെ പുതപ്പാക്കും. പരിക്ഷീണനെ സഹായിക്കാൻ അറിയേണ്ടതിന് നാഥനായ കർത്താവ് എനിക്ക് ശിഷ്യരുടെ നാവ് നൽകി. അവിടുന്ന് ഒരു വചനം ഉണർത്തും. ശിഷ്യനെ പോലെ ശ്രവിക്കേണ്ടതിനായി പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുണർത്തും. നാഥനായ കർത്താവ് എൻ്റെ ചെവി തുറന്നു. ഞാൻ എതിർത്തില്ല, പുറം തിരിഞ്ഞുമില്ല. അടിക്കുന്നവർക്ക് എൻ്റെ പുറവും താടിമീശ പറിക്കുന്നവർക്ക് എൻ്റെ കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദകളിൽ നിന്നും തുപ്പലിൽ നിന്നും എൻ്റെ മുഖം ഞാൻ മറിച്ചില്ല. നാഥനായ കർത്താവ് എന്നെ സഹായിക്കും, അതിനാൽ ഞാൻ അപമാനിതനാകയില്ല. അതിനാൽ ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെയാക്കി. ഞാൻ ലജ്ജിതനാവുകയില്ല എന്നു ഞാൻ അറിഞ്ഞു. എന്നെ രക്ഷിക്കുന്നവൻ അടുത്തുണ്ട്. ആര് എന്നോട് പൊരുതും? നമുക്ക് നേർക്കുനേർ നിൽക്കാം. എൻ്റെ വിധി കർത്താവ് ആരാണ്? അവൻ എൻ്റെ അടുത്ത് വരട്ടെ. ഇതാ, നാഥനായ കർത്താവ് എന്നെ സഹായിക്കും. എന്നെ കുറ്റം വിധിക്കുന്നവൻ ആര്? അവരെല്ലാം ഇതാ വസ്ത്രം പോലെ പഴകിപ്പോകും. ഇരട്ടവാലൻ അവരെ കരണ്ടു തിന്നും. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുന്നത്, അവിടുത്തെ ദാസന്റെ സ്വരം ശ്രവിക്കുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നവൻ തന്റെ ദൈവത്തിലേക്ക് ചാരി നിൽക്കാനായി അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കട്ടെ. ഇതാ, തീ കൊളുത്തുകയും തീക്കൊള്ളികൾ കൊണ്ട് അരമുറുക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം നിങ്ങളുടെ തീജ്വാലയിലും നിങ്ങൾ കൊളുത്തിയ തീക്കൊള്ളിയിലും നടക്കുവിൻ. ഞാൻ മൂലമാണ് നിങ്ങൾക്കിത് ഭവിച്ചത്. വേദനയുടെ സ്ഥലത്ത് നിങ്ങൾ വസിക്കേണ്ടി വരും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 14 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. പത്രോസ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി അവരെ അഭിസംബോധനം ചെയ്തു. യൂദയാക്കാരെ, ജെറുസലേമിലെ സകല നിവാസികളെ, ഇതു നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇത് ദിവസത്തിന്റെ 3-ാം മണിക്കൂറാണ്. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞ കാര്യമാണിത്. ദൈവം അരുളി ചെയ്യുന്നു:
അന്തിമ ദിനങ്ങളിൽ എല്ലാ ജഡങ്ങളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്കു തീർച്ചയായും ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധർ തീർച്ചയായും സ്വപ്നങ്ങൾ കാണും. ആ ദിവസങ്ങളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിൽ നിന്നു ഞാൻ പകർന്നു നൽകും. അവർ പ്രവചിക്കുകയും ചെയ്യും. മുകളിൽ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ നൽകും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹനീയവും പ്രഭാപൂർണവുമായ ദിനം വരുന്നതിനു മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരും രക്ഷപ്പെടും. ഇസ്രായേലിയരെ, ഈ വചനങ്ങൾ കേൾക്കുവിൻ. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പോലെ ദൈവം അവൻ വഴി നിങ്ങളുടെ ഇടയിൽ താൻ പ്രവർത്തിച്ച വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നസറായനെ യേശുവിനെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. ദൈവത്തിന്റെ സുനിശ്ചിതമായ പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ട ഇവനെ നിങ്ങൾ നിയമരഹിതരുടെ കൈകളാൽ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മരണത്തിന്റെ യാതനകളിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ അതിന്റെ പിടിയിലായിരിക്കുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു: ഞാൻ കർത്താവിനെ സദാ എൻ്റെ മുൻപിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലത്തുവശത്തുണ്ട്. ഇതു നിമിത്തം എൻ്റെ ഹൃദയം ആഹ്ലാദിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു. മാത്രമല്ല, എൻ്റെ ശരീരം പ്രത്യാശയിൽ വസിക്കും. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എന്നെ അറിയിച്ചു. അവിടുത്തെ സാന്നിധ്യത്താൽ എന്നെ ആഹ്ലാദം കൊണ്ട് നിറയ്ക്കും. സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ധൈര്യപൂർവ്വം പറയാൻ എന്നെ അനുവദിക്കുക. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ കല്ലറ ഈ ദിവസം വരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നതിനാൽ തൻ്റെ സന്തതികളിൽ ഒരുവനെ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കും എന്നു ദൈവം അവനോട് ശബ്ദം ചെയ്തു പറഞ്ഞു എന്ന് അവൻ അറിഞ്ഞു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല. അവന്റെ ശരീരം ജീർണത കണ്ടുമില്ല എന്ന് ക്രിസ്തുവിന്റെ ഉത്ഥാനം മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും ഇതിന് സാക്ഷികളാണ്. ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട് പിതാവിൽ നിന്നു പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിച്ച അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അത് നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല. എങ്കിലും അവൻ പറയുന്നു: കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകുക. അതിനാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ഭവനം മുഴുവനും ഉറപ്പായി അറിയട്ടെ. ഇതു കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോട് മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു: സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു: നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ പക്കലേക്ക് വിളിക്കുന്ന ഏവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം സ്വീകരിച്ചവർ സ്നാനപ്പെട്ടു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർക്കപ്പെട്ടു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥനകൾ എന്നിവയിൽ സ്ഥിരതയോടെ നിന്നിരുന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചായിരുന്നു. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. അവർ തങ്ങളുടെ വസ്തുവകകളും സ്വത്തുക്കളും വിറ്റുകിട്ടിയത് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ അനുദിനം വിശ്വസ്തയോടെ ദേവാലയത്തിൽ ചെലവഴിക്കുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ആനന്ദത്തോടും ഹൃദയലാളിത്യത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും ജനം മുഴുവന്റെയും പ്രീതിക്കു പാത്രമാകുകയും ചെയ്തു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ
ആത്മാവിനാശ്വാസമേ